എനിക്ക് ചെരുപ്പ് ലേറ്റ് ആയിട്ട് മറ്റേ കിറ്റൊക്കെ ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അതിപ്പോ പെട്ടി കൊടുത്തുകൊണ്ട് അത് ഞാൻ ഇട്ടുകൊണ്ട് വന്ന എൻട്രി കോസ്റ്റ്യൂം. രണ്ടെണ്ണം എനിക്ക് ഫസ്റ്റ് ബാഡ്ജ് ഇല്ലായതുകൊണ്ട് അത്ര യൂസ് ചെയ്ത കോസ്റ്റ്യൂം മനസ്സിലായോ? അതാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞില്ല. ഇന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അല്ല, ഇത് ഞാൻ കീപ്പ് ചെയ്തെങ്കിൽ യൂസ് ചെയ്തത് അലക്കാതെ കീപ്പ് ചെയ്ത സാധനം ലിപ്സ്റ്റിക്കും അതുമാണ് മോയ്സ്ചറൈസിംഗ് ക്രീമാണ്. ഞാൻ യൂസ് ചെയ്തില്ല. അതായിരുന്നു എൻട്രി കോസ്റ്റ്യൂം. വാവ്, നൈസ്. ഞാൻ നിന്നെ എപ്പോ കാണാം? ഇതല്ലല്ലോ നീ ഇവിടെ വരം വിട്ടുന്നത് ആണ്. ആ സമയത്ത് നിങ്ങളെ ഡ്രസ്സൊന്നും ശ്രദ്ധിച്ചില്ലേ? ആകെ ടെൻഷനിലാണ് നിന്നെ. നിങ്ങളൊക്കെ വേറെ ഏതോ ആൾക്കാരെ പോലെ എനിക്ക് തോന്നി. എനിക്ക് ഞാൻ ഫസ്റ്റ് മുഖം കഴിഞ്ഞാൽ മുഖം പോലും പിന്നെ 2 ദിവസം കഴിയുമ്പോഴല്ലേ എല്ലാവരും കിട്ടും. ഫസ്റ്റ് ഡേ ഒന്നും പിടുത്തം കിട്ടില്ല. ഇതിപ്പോ ഇവള് വേറൊരു കാര്യം പറഞ്ഞു. നമ്മളിനി പുറത്തോട്ട് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഈ കോലത്തിൽ ഇറങ്ങിയാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഒരുങ്ങി ഇറങ്ങി ആർക്കും മനസ്സിലാവില്ല. ഇന്നാരെ തൂക്കും നിങ്ങള്? ഞാൻ മരിച്ചു നിൽക്കില്ല. എനിക്ക് ഈ പറഞ്ഞ അവസാനം എല്ലാവരും എന്നെ ഉറങ്ങത്തില്ല. ഞാൻ ശത്രുവാകും അവസാനം എല്ലാവർക്കും കളിക്കാൻ വന്നിട്ട്. ഈ പെണ്ണെ ഇതിനൊക്കെ ഞാൻ ജയിലാണെന്ന് വിചാരിച്ചത്. അനീഷേട്ടൻ ഉറങ്ങിയല്ലോ ഇന്നലെ. അനീഷ് ഇന്നലെ എല്ലാവർക്കും ഉറങ്ങിയല്ലോ. ഒരു 1-2 നൃത്തം ചവിട്ടിയിട്ട് പോയി. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല, സംസാരിക്കത്തുമില്ല. ഈ പുള്ളിക്കാരുടെ അടുത്ത് പറയാനുള്ളത് പറയുന്നു പറഞ്ഞ് അപ്പാനെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞില്ലേ, അക്ബറിക്കായി വന്നിട്ട് പറഞ്ഞു പറയുന്നു. ഞാൻ എന്താ പറയാനെന്ന് അറിയാവോ? നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മുടെ കഴിവുകേടാ, നമ്മുടെ കഴിവുകേട് സമ്മതിച്ചു. ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ല ഈ ക്യാരക്ടർ. സ്വപ്നത്തിൽ വിചാരിക്കുന്നത് നമ്മൾ എല്ലാരും വിചാരിക്കുന്നവരാണോ? ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. ഐ മീൻ എന്നോട് ബിഗ് ബോസ് പറയാണ് കൊണ്ടുവന്ന സാധനങ്ങൾ പുറത്തു വെക്കാൻ പറഞ്ഞാൽ ഞാൻ എല്ലാം കൊണ്ട് വെക്കും. എനിക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരുടെ മനസ്സിലായിരിക്കും കള്ളത്തരങ്ങളുള്ളത്. എല്ലാരും കളിക്കാൻ വന്നിരിക്കുന്നത് അത് കളയാൻ പുള്ളിക്കാരൻ. എന്റെ അമ്മ ഫേക്ക്. If this is happening in this week, 2 people will get evicted. That is faida for every contestant here. To you, to me, to everybody. Somebody's getting evicted. Yeah. How? That was directly eviction. ആ ബെഡ് അവിടെ വെക്കുന്നത് ആരാണ് ആ ബെഡ് കിടക്കുന്നത് അല്ലെങ്കിൽ ആരാണ് കിടക്കുന്നത് അവരെടുത്തിട്ട് ആ റെഡ് ഇതിൽ വെച്ചാൽ റെഡ് ചേഞ്ച് ആയ അവിടെ തന്നെയാണ് ഡയറക്റ്റ് ഇതിന്ന് വേണ്ട. ഇത് ഈ ബെഡില്ലേ, ഇന്ന് ഇവിടെ ഇവിടെ ആയിരിക്കും. ഇന്ന് ഇവിടെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഇവിടുന്ന് അവിടെ കൊണ്ടുപോകണം. യെസ്. ഇവിടെ ബെഡിട്ടായിരിക്കും. ഇവിടെ ഈ ബെഡ് ഇന്ന് ഇവിടെ ആയിരിക്കും. മനസ്സിലായോ? ഈ ബെഡ് ഇവിടെ ആയിരിക്കും. സുഖമായിട്ട് അങ്ങോട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കണ്ടിട്ട്, നിങ്ങൾ ബിൻസിനൊന്നും ചെയ്യത്തില്ല. നിങ്ങളുടെ അറ്റാക്ക് മാത്രം എന്റെ പുറത്ത്, ഈ പെണ്ണിന്റെ പുറത്ത് ഷായിരിക്കുക. പിന്നെ ഇവിടെ ബിൻസിനെ നിങ്ങൾ നോക്കത്ത പോലെ ഇല്ല. അതെന്താ? ബെഡിൽ കിടന്ന ആരാണോ അവനെ? No, but Vinci sleeps like a baby. How come she's not scared? I tried. Me and ഞാനും അപ്പാനെ ചേർത്തും വന്നിട്ട് പൊക്കിയത് ശൈത്യനാണ്. ശൈത്യ was sitting here, sleeping here. If Binny is sleeping, or else make Binny to sleep here. That is your game. No. Yesterday I understood that you have already had a word with her because അവൾക്ക് ഇവിടെ കിടക്കണ്ട. No, that is why yesterday I was targeting Shanavas, telling her ഷാനവാസ് ഇവിടെ കിടക്കണം, ട്രൈ ടു മാക്സിമം. ബട്ട് ഇപ്പൊ സിനാരിയോ ചേഞ്ച് ആയി. ഷാനവാസിന്റെ ഉള്ളിലേക്ക് വന്നു.
മനസ്സിലായില്ലേ? ബട്ട് സ്റ്റിൽ എന്റെ മനസ്സിലുണ്ട് ഷാനവാസ് ഇവിടെ അടുത്ത് കിടക്കൂല, ഷാനവാസ് അവിടെ കിടക്കുള്ളൂ, അവൻ ആ ഗെയിം കളിക്കും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് 4 ദിവസം ഷാനവാസ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഉറക്കാണ് ഷാനവാസ്, ഉറക്കൊന്നും കഴിഞ്ഞിട്ട് ഫുൾ ഉറക്കാണ്. യു ഗൈസ് ആർ സപ്പോർട്ടിങ്. ഷാനവാസ് ഉള്ളിലേക്ക് വന്ന എന്താ പറയാന്ന് അറിയോ? ഹി വിൽ ഗെറ്റ് എ ഹീറോയിസം बिकॉज 4 दिन रात दिन यानी जो बाहर के लोग ऐसे करेंगे, താഴെ കിടന്നു तारीफ करेंगे. ഞങ്ങൾ ഉറങ്ങിയില്ല. ഞാൻ ഇന്നലെ ബട്ട് അതാ പറയുന്നത്, പക്ഷെ പുള്ളിക്ക് ആ ഒരു മൈലേജ് അത് ഒഴിവാക്കാനാണ് ഞാൻ പുള്ളിനെ ഡയറക്റ്റ് കയറ്റിയത്. അങ്ങനെ ഇപ്പോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആൾ ഉള്ളിലേക്ക് വരണ്ട, അതിന് മുന്നേ എനിക്ക് അയാൾ ഉള്ളിലേക്ക് വേണം. പിന്നെ ഞാൻ ഇട്ടത് അയാളെ സുഖമായിട്ട്. ബിന്നി അത്യാവശ്യം ഉറങ്ങുന്ന ആളാണ്, പക്ഷെ ബിന്നീനെ ഇന്ന് കിട്ടൂല. പിന്നെ ഈ ടാസ്കിലല്ലോ. അല്ല, ബിന്നിനെ രഞ്ജിത്തേട്ടൻ അല്ലെങ്കിൽ എനിക്ക് ബിന്നീനെ ഇടാം, മനസ്സിലായോ? ഓക്കെ ബിന്നീനെ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടൂല. കാരണം ബിന്നി പക്ഷെ എന്റെ ഒരു ജഡ്ജ്മെന്റ് ഇട്ടാ പറ്റുള്ളത് അറിയില്ല. എന്റെ ജഡ്ജ്മെന്റിൽ ബിന്നി അങ്ങനെ ബിന്നീനെ ഇട്ട് കഴിഞ്ഞാൽ അവള് എല്ലാ ദിവസം ഉറങ്ങുന്ന ഒരാൾ, അവൾക്ക് ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും. വൺ ഡേ ഷീ ക്യാൻ ഹോൾഡ്. രജീഷ് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഗെയിം കളിക്കണില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇൻവോൾവിങ്. ആൻഡ് ഈ പറയണത് പോലെ കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്ന ഒരാളാണ്. അപ്പം നമ്മൾ പുള്ളിക്കൊരു ചലഞ്ച് കൊടുക്കുന്നു. ആൻഡ് ഫൈനലി പ്രയോജനത്തിനകത്ത് ആര് കിടക്കുന്നു അവരായിരിക്കും ഇങ്ങോട്ട് വെക്കുക കൂടുതൽ ചാൻസ്. ഓക്കെ, എനിക്കറിയാം. ഐ നോ ദാറ്റ് യു വിൽ നോട്ട്. നീ എന്തായാലും അതിനങ്ങോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നീ നിൽക്കില്ല. ഇതിലെടുത്ത് കൊടുക്കുമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അത് ഷാനവാസ് ഡിഫറെന്റ് ആണ്. You will sleep here. അല്ല, എനിക്ക് എല്ലാവരും 2 മണിക്കൂർ കിടക്കും, റൈറ്റ്? അതാണ് ഗെയിം. ഞങ്ങൾ എല്ലാവരും കിടക്കും. ഒരാൾ കിടന്നാൽ അത് കൊള്ളത്തില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും കിടക്കും. നീ എന്താ ഈ ബാൻഡ് ചുറാക്കി अच्छा नहीं किया? अभी देखो, मेरे से दुश्मनी करना क्या? ये तो दुश्मन नहीं है. See, the thing is that maybe how much you try, I will not be at all. You are not at all wearing that band. അത് പൊട്ടിപ്പോയി, കീറിപ്പോയി. അത് അപ്പൊ പറയണം ബിഗ് ബോസ് പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞായിരുന്നു ബിഗ് ബോസിനെ. അതെ, പക്ഷെ ബിഗ് ബോസ് നീ ആ ബാൻഡ് ഇതുവരെ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് ഞാൻ കുളിക്കാൻ നേരത്തെ ഇതിന്റെ അകത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കുമായിരുന്നു. ബിക്കോസ് അത് എല്ലാവരും അത് അർഹിക്കുന്നില്ല. അത് നിന്റെ കയ്യിൽ നിന്ന് അത് എന്റെ പൊട്ടിപ്പോയി. അതെന്താ? അതിനകത്ത് മറ്റേ ഇതാണല്ലോ. 5 ആൾക്കാർ കണ്ടില്ല അവിടെ. ഞങ്ങൾ എങ്ങനെ അത് പരിച്ചു. അപ്പൊ സൂക്ഷിച്ചു വെക്കണം. എനിക്ക് നിന്റെ കബൂലിൽ അത് കിട്ടിയത്. അത് നിന്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിയതാണെങ്കിൽ കുളിക്കാൻ നേരത്തെ കൊണ്ടുപോയി. ആയിക്കോട്ടെ. നിങ്ങൾ എന്തിനാ അത് കക്കിയത്? കക്കിയത് എങ്ങനെ? ഞാൻ എന്റെ ഇത് ക്ലീനിങ് ആണ്. നിന്റെ ഒരു സാധനം എനിക്കങ്ങനെ അറിയും നിന്റെ ആണോ അത് അവന്റെ ആണോ? എനിക്കങ്ങനെ അറിയാം. ബാത്റൂം ക്ലീനിങ് നടത്തുന്ന ഒരാൾക്ക് ഞങ്ങൾക്ക് അത് കിട്ടി. അത് ഞങ്ങളെ ഗെയിമാണ്. പിന്നെ സത്യം ഇന്ന് അവസരം കിട്ടത്തുള്ളത് അവിടെ കൊച്ചേ ഇതിയൊക്കെ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് എന്നെ നോക്കി ചെറിയ ഞാൻ മറ്റേ സീരിയൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നാൽ ഞാൻ ഓക്കെ സോറി പറഞ്ഞിട്ട് ഞാൻ മാറും. എനിക്ക് ഞാൻ വേണ്ടി ഡൗൺ ആവില്ല. ടഫ് ആക്കണ്ടേ കുറച്ച്. എന്തല്ലേ കൊള്ളാം. അവരെ കാര്യങ്ങൾ എല്ലാവരും അവരവരെ ലൈഫിൽ ഹോപ്പ് തേടി വന്ന ആൾക്കാരാണ്. ബിൻസി, ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചു. ബിൻസി ഇത്ര ആർജി എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണം ഇനിയും അല്ലേ, അതിനുവേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല വൃത്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുക, അതിനോടൊപ്പം ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുക. ഇത്ര പൊട്ടുണ്ടായിരുന്നു നമ്മള്. പക്ഷെ പൊട്ടി കാരണം എല്ലാവരും ഇത് പൊളിച്ച് എന്റെ പൊന്നു ഞാൻ പൊളിച്ചു. വീക്ക്നെസ് ഞാനുണ്ടല്ലോ. കഴിഞ്ഞ കുറെ ആളുകളായിട്ട് സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ പെർഫ്യൂമൊക്കെ എനിക്ക് അടിച്ചു നടക്കണം ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് പെർഫ്യൂമൊക്കെ അടിച്ചു നടക്കണം. അല്ല ഞാൻ പറഞ്ഞു ഇവൻ 2 തവണ പിന്നെ നമ്മുടെ കൂട്ടുകാരൻ തന്നു. കൂട്ടുകാരൻ ഷോപ്പ് ഉണ്ടായിരുന്നു, 2 പെർഫ്യൂം ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചു. എനിക്ക് കുറ്റബോധമായിപ്പോയി. അപ്പൊ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ പറയാൻ വേണ്ടി പോയപ്പോ എന്നെ അവിടെ അടിച്ചിരുത്തി. അറിയാലായിരുന്നു നന്നായി. ഞാൻ തുടങ്ങിയായിരുന്നു.
ബെഡ്റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കരുത്. എന്താ, ഈർപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. മാത്രല്ല ഇഷ്ടം പോലെ സ്ഥലം പുറത്തുള്ളപ്പോ എന്തിനാണ് കഷ്ടപ്പെട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഈർപ്പമുള്ള തുണി കൊണ്ടിടണേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നീ അല്ലേ ഇവിടെ ഉള്ള എല്ലാവരുടെ തുണിയുടെ ഉള്ളിൽ സോറി ചേട്ടാ. ഇന്നെന്താ രാത്രി തിന്നാനായിട്ട് ചേട്ടാ? പരിപ്പല്ലെങ്കിൽ പയറായിരിക്കും, അല്ലെ കിഴങ്ങായിരിക്കും. ഞാൻ ചോദിച്ചതാ, തിന്നാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. ഈ പണിപ്പുര കയറുമ്പോ ഒരു നോൺ വെജ് പിസ്സ എന്ന് പറഞ്ഞാൽ ആ എടുത്തുകൊണ്ട് വരികയാണ് എല്ലാവരും ഹാപ്പി. സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാലും അക്ബർ എന്നുള്ളത് ആരെങ്കിലും ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാറ്റും. നനഞ്ഞ തുണി ആരെങ്കിലും ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മാറ്റുക. അതേപോലെ തന്നെ ഇനി അവിടെ ഇടാതെ സൂക്ഷിക്കുക. നനഞ്ഞ തുണി ആരെങ്കിലും ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റുക. അതേപോലെ ഇനി ഇടാതിരിക്കാൻ സൂക്ഷിക്കുക. കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്ഥലത്തിരുത്തത്തില്ലല്ലോ ബിഗ് ബോസ്. വരുന്നു, അടച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ എന്തിനെങ്കിലും ഇടക്കിടക്ക് തുറന്നായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് അടച്ചിട്ടൂടെ ഞങ്ങളെ? തൊട്ടകിന് പിടിച്ചത് എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോ എനിക്ക് എല്ലാത്തിനും ഈ സോക്സ് ഉള്ളതുകൊണ്ട് ഇതൊരു അഡീഷണൽ എക്സസറിയാണ്. ഞാനിപ്പോ ഊരി കൊടുക്കാം, പക്ഷെ ഒരു സോക്സ് അത് നിർത്തരാൻ ഇവിടെ ഇരിക്കണമെന്ന് അറിയുണ്ടാവില്ല. ഞാനാണ് പോണ ഊരി കൊടുക്കുകയാണ്, പക്ഷെ എനിക്കൊരു ഞാൻ എവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ ഊരി കൊടുക്കേണ്ടി വരും. ഞാൻ നോക്കാം. ഇത് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കിതിപ്പോ ഒരു കാര്യം. എൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെക്കൻഡ് ഉണ്ട്. മനസ്സിലായി. നിന്റെ സോക്സ് അതിനകത്ത് നിന്റെ സോക്സ് എതിരാന്ന് പോലും അറിയില്ല. സോക്സ് എടുത്താൽ മതി. അതുപോലെ പോകില്ല. അതിന്റെ സോക്സ് എല്ലാം പുറത്തെത്തി കഴിഞ്ഞാൽ അത് അകത്തുനിന്ന് കിട്ടുന്ന സാധനമാണ്. നമുക്ക് സോക്സ് ഒന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഏതില്? 5 പോയിന്റ് സോക്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഊരി കൊടുക്കുകയാണ്. കാര്യം എനിക്ക് ഈ സോക്സ് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും ഇതിനകത്ത് നിൽക്കേണ്ടതെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ എന്തായാലും ഊരി കൊടുക്കുകയാണ്. ഇതൊരു അഡീഷണൽ എക്സസറിയാണ്. ഞാനിപ്പോൾ അത് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഡിസേബിളിലേക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് എനിക്ക് ആ രീതിക്ക് അറിയില്ല. എന്നാലും 1, 2, 3, 4, 5 അപ്പം ആ 5ാം സ്ഥാനം നിങ്ങൾക്ക് കൊടുത്തു വെച്ചിട്ട് ആസ് എ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിക്ക് നമുക്ക് വേണ്ടെന്ന് അത് അവര് തരുന്നൊരു പൊസിഷൻ അല്ലേ നമുക്ക്. അവര് തരും, അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു സംഗതിയും കൂടെ ഉണ്ട്. അത് ശരിയാണ്, ഒരു വാല്യൂ ഉണ്ടാവില്ല. അത് ശരിയാണ്. അതിനൊക്കെ ഇപ്പൊ പോകുന്നില്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അത് ശരിയാണ്. അപ്പം നിന്റെ കണ്ണിൽ ടോപ്പ് 5 പറഞ്ഞ കേട്ടെ. ആദ്യത്തെ പേര് പറഞ്ഞു. അല്ല, എന്റെ കണ്ണിലെ ടോപ്പ് 5 ഒന്നല്ല. ഇവിടെയുള്ള ആ ആൾക്കാര് ടീമിന്റെ ക്യാപ്റ്റൻ റേണുചേച്ചിന് പ്രശ്നമല്ലല്ലോ. എന്റെ കണ്ണിലെ ടോപ്പ് 5 അല്ല ഞാൻ പറഞ്ഞത്. ഓരോ മൈൻഡിലുള്ള ടോപ്പ് 5 എങ്ങനെയൊക്കെ വരാന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. അക്ബർക്ക, ഷാനവാസ്ക, പാണി ഷർത്ത് ഉണ്ടാവും. കാരണം ഓരോരു എൻഡ് ഓഫ് ദ ഡേ ഓരോരു കെട്ടാണല്ലോ, ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. നല്ല സപ്പോർട്ട് കേട്ടുണ്ട്. തുണികൾ അതായത് ഇവിടെ കൊണ്ടുവച്ചേക്കണതില് ഞാൻ എല്ലാവരോടും ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അനുമോള് ബാത്റൂമിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ അനുമോളോടും കൂടെ ഇത് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് 15 മിനിറ്റ്, ഏകദേശം ഒരു 15 മിനിറ്റോളം ടൈം കൊടുക്കുക. അതല്ലെങ്കിൽ ഈ നനഞ്ഞ ടവല് മുഴുവൻ ഇവിടെ നിന്ന് എടുത്ത് വാഷ്റൂമിന്റെ ഏരിയയിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടിടുക. ആരെയാണ് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ബോറൊക്കെ മൊത്തത്തിൽ കുട്ടികളാണ്.
അയൺ ബോക്സ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഡ്രസ് ഇല്ലാത്തവർക്ക് ആവശ്യമുണ്ടോ? അതിന് അതിന്റെ അവിടെ തന്നെ ഇട്ടോ. എന്റെ പോകുന്നില്ല, ഞാൻ നേരത്തെ ആദ്യം കൊണ്ട് ഇട്ടോ. ലേഡീസിന്റെ ഇന്നറും കാര്യങ്ങളും ടർക്കിയിലെന്തോ പൊളിഞ്ഞു കാണാൻ എന്തോ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്, അലക്ഷൻ ഏരിയുണ്ട്. അത് ആരുതാന്നുള്ള പിള്ളേരോട് ചോദിച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ അടുത്ത ഷോ അതിനായിരിക്കും. നീ വിട്ടുകൊടുക്ക്. നീ അവിടെ പിള്ളേരോട് ആരോടെങ്കിലും ചോദിച്ചിട്ടേ ആരുടെ ഒതുക്കി വെച്ചേക്ക്. ചെയ്യണം. ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ എന്നാ അന്ന് അവന്റെ അവസാനമായിരിക്കും. അല്ല, ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് ഉറങ്ങാതിരിക്കാനുള്ള മരുന്നാണ് തന്നത് ഇന്നിപ്പം ഈ അക്ബറെ. ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങും, അതുകൊണ്ടാണെന്ന് എന്നെ ഉറങ്ങാതിരിക്കാൻ. അപ്പൊ അതുപോലെ നിങ്ങൾ കൂടുതൽ പ്രാവശ്യം കക്കൂസി പോന്നെങ്കിൽ അവന് വന്നപ്പോഴേ എന്നോട് നോട്ടം ഉണ്ടല്ലോ. ഒന്നെങ്കിൽ എന്നോട് ഞാൻ മരുന്ന് കഴിക്കുന്നതിന്റെ പറയുന്നല്ലേ. പെട്ടിക്കകത്തായി വയ്ക്കുന്നത് അവരവിടെ അതാരാ കറക്റ്റായിട്ട് കൊടുക്ക്. അതിപ്പോ ആ പെട്ടിയൊക്കെ ആൾക്കാർക്ക് ഉണ്ടോ? പെട്ടിയുണ്ട്, ആ പെട്ടിനകത്ത് ആക്കി കൊടുക്കണം. ഇവിടെ 2 ബാറ്ററി ഇങ്ങനെ മഞ്ഞായിട്ട് വെച്ചിട്ടുണ്ട്. whatever we do, അവരുടെ എപ്പോഴും താഴെ കട്ടുമായിരുന്നു. അവരുടെ ഗെയിം പ്ലാൻ സക്സസ് ഉണ്ടാകും. പിന്നെ നമുക്കറിയാം രഞ്ജിത്തിനെ അങ്ങനെ കിടപ്പിക്കുക മേലത് ഞാൻ വിളിച്ചിട്ടുണ്ട്. ബിൻസിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഞാൻ പറഞ്ഞ കാര്യം ഇതെന്താണ് എനിക്കറിയത്തില്ല. ലോഞ്ചിങ്ങിന് ഇട്ടോണ്ട് ഡ്രസ് ഇല്ലേ, അത് കൊടുത്തു വിട്ടോ? ആരുടെ ഓർഡർ? സൗകര്യമില്ല. അയാൾ വേണമെങ്കിൽ അയാളോട് പറഞ്ഞു, അയാൾക്ക് വേണമെങ്കിൽ പറയട്ടെ. ബാറ്ററി എറിയുന്നേ എനിക്ക് തോന്നുന്നു ഈ ഗുഹയെന്നാണെങ്കിലാ അല്ലേ? ഇതെന്തിനാ ഇത് വിട്ടതാ? അത് വെക്കണ്ട മാത്രമേ ഉണ്ട്.